അനുഗ്രഹപൂർണമായ വലിയ നോമ്പിലേക്ക് നല്ല ഒരുക്കത്തോടെ പ്രവേശിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1. നോമ്പിൻ്റെ അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കുക. 2. നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് മുന്നേറുക. 3. തപസ്സിൻ്റെ ആയുധങ്ങൾ ധരിച്ച് സഭയോട് ചേർന്ന് ധ്യാനപൂർവ്വം ജീവിക്കുക. എന്താണ് നോമ്പിൻ്റെ അർത്ഥം? പ്രാർത്ഥന, ധ്യാനം, ഉപവാസം, വർജന, പരിത്യാഗം, പ്രായശ്ചിത്തം, പുണ്യപ്രവൃത്തികൾ, പുണ്യജീവിതം എന്നിവ ഉൾക്കൊള്ളുന്ന തപസ്സിൻ്റെ ജീവിതമാണ് നോമ്പ്. നോമ്പുകാലം പ്രാർത്ഥന, ധ്യാനത്തിൻ്റെയും തപസ്സിൻ്റെയും കാലമാണ്. അനുതാപത്തോടും സമർപ്പണഭാവത്തോടും കൂടെ ദൈവ തിരുസന്നിധിയിലേക്ക് ഹൃദയമുയർത്തി നന്ദിയോടും ആനന്ദത്തോടും കൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും സകലർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകൾ കേവലം യാചനകളും അപേക്ഷകളും ആകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നന്ദിയോടും ആനന്ദത്തോടും കൂടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതാണ് സർവപ്രധാനം. തിരുസഭയോട് ചേർന്നുള്ള നോമ്പുകാല പ്രാർത്ഥനകൾ ഏറെ അനുഗ്രഹപ്രദമാണ്. സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധവും നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള എളുപ്പമാർഗവുമാണ് നോമ്പുകാല പ്രാർത്ഥനകൾ. വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെയും ദൈവ തിരുമനസ്സും തിരിച്ചറിഞ്ഞ് അവിടത്തോടുള്ള നമ്മുടെ കടമകൾ നിറവേറ്റുന്നതിനും പ്രാർത്ഥനയിലും ദൈവാനുഭവത്തിലും വളരുന്നതിനും സഭയുടെ ആരാധനയിൽ സജീവമായി പങ്കുചേരുന്നതിനും തിരുവചന ധ്യാനം അനിവാര്യമാണ്. ധ്യാനം കൂടാതെയുള്ള യാമപ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയും കേവലം യാന്ത്രികമായ അനുഷ്ഠാനങ്ങളായി മാറും. നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെയാണ് ജീവിത പരിവർത്തനം നമ്മിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഓർമ്മ, ബുദ്ധി, ഹൃദയം എന്നിവ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് ധ്യാനം. ധ്യാനം മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയും ഈശ്വര അന്വേഷണം സുഗമവും ആനന്ദപൂർണവുമാക്കുകയും ചെയ്യും. നമ്മുടെ ആദിമ ചൈതന്യത്തിലും ഭാരത സംസ്കാരത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള ധ്യാനാത്മകത്വം ഒരു മുതൽക്കൂട്ടായി നാം സംരക്ഷിക്കേണ്ടതാണ്. വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്ന യേശു തമ്പുരാനെയും അവിടുത്തെ ജീവിതത്തെയും ദിവ്യ പ്രബോധനങ്ങളെയും ധ്യാനിക്കുന്നത് നമ്മുടെ ഒരു പ്രധാന ജോലിയായിരിക്കണം. ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് നിരന്തരം നാം ധ്യാനിക്കണം. അപ്പോൾ അവിടുത്തെ മഹത്വം നമ്മിൽ പ്രകാശിക്കുകയും അത്യുന്നതൻ്റെ ശക്തി നമ്മിൽ ആവസിക്കുകയും ജീവിത പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുകയും ദൈവാനുഭവത്തിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നാം വളരുകയും ചെയ്യും. അതിനായി സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.